Welcome back, my dear students. We're discussing the college life of SHAHEEN MISTRI. Let's continue from page number 92, last paragraph. The academic system of St. Xavier's was different from the system in the US. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബുക്കിഷാണ്, അതായത് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ബുക്കിലെ കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് എന്നാണ് ഷഹീൻ മിസ്ട്രി പറയുന്നത്. അത് മസാച്യുസെറ്റ്സിലെ താൻ പഠിച്ചിരുന്ന സ്ഥലത്തെക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. I quickly realized that I'd be able to learn more in the city beyond the classroom. പക്ഷേ ഷഹീൻ മിസ്ട്രി ഇവിടെ വെച്ചൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. തനിക്ക് ബുക്കിൽ നോക്കി പഠിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുംബൈ സ്ലംസിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആളുകളുടെ ലൈഫ് കൂടുതൽ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കുകയാണ്. Now that I lived in India, I want to understand in a different and deeper way than I had during my summer holidays. I walked around the city just watching and listening. One day, I walked into a sprawling, low-income community which was a maze of tiny alleyways buzzing with life. അപ്പോൾ ഇന്ത്യയിലാണ് ഷഹീൻ മിസ്ട്രി സ്റ്റേ ചെയ്യുന്നത്, അല്ലേ? പഠിക്കാൻ വേണ്ടിയിട്ട് പഠനമൊക്കെ നടത്തുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി കൂടുതൽ ഡീപ്പായിട്ട്, സമ്മർ വെക്കേഷൻസിലെ പോലെയല്ല, അതിൽ കൂടുതൽ ഡീപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഷഹീൻ മിസ്ട്രിക്ക്? ഈ ആളുകളെ ഇടയിലൂടെയൊക്കെ നടക്കാനും അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഷഹീൻ മിസ്ട്രി ഒരു സ്ലമ്മിലൂടെ, ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു മേസിലൂടെ, അതായത് വളരെ ഷോർട്ടായിട്ടുള്ള വഴികളാവും. ആ വഴികളിൽ എന്തുണ്ടാവും? ഒരുപാട് വീടുകളുണ്ടാവും. നമുക്ക് ഒരു സ്ലംസിൻ്റെ ഒരു പിക്ചർ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ലോ ഇൻകം കമ്മ്യൂണിറ്റി, വളരെ കുറഞ്ഞ വരുമാനമുള്ള കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന വഴികളിലൂടെ ഷഹീൻ മിസ്ട്രി പോകുന്ന ഒരു സീനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined in an adjoining alley. അപ്പോൾ അവിടെ 10,000-ഓളം ആളുകൾ താമസിക്കുന്ന, about 10,000 people are living there. അവിടെ 10,000-ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ there is no running water. അവിടെ എന്തില്ല? പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഫെസിലിറ്റീസ് ഇല്ല. നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. ആൻഡ് ഷെയർഡ് 6 dark cubicle toilets that line in an adjoining alley. അപ്പോൾ അവിടുത്തെ 10,000-ഓളം വരുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 6 in number, 6 ടോയ്ലറ്റ്സ് മാത്രമേ അവർക്ക് ഉള്ളൂ. അതും തന്നെ ഡാർക്കാണ്, ക്യൂബിക്കാണ്, ഏറ്റവും ചെറിയ സൈസിലുള്ള ടോയ്ലറ്റ്സാണ് അവർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പുവർ കണ്ടീഷനാണ്, എക്സ്ട്രീം പുവർ കണ്ടീഷനാണ് ഷഹീൻ മിസ്ട്രി ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത്. I walked around that afternoon, speaking with the children, wondering how life would be different for each of them only had access to the opportunities that would fill their greatest potential. Walking down the narrow passageways, I must have looked a little dazed when soft-spoken girl dressed in a beautiful sari welcomed me to her home. Her name was Sandhya. She was also 18 like me. She wasn't speak a word of English and didn't speak a word of Hindi. But she smiled and laughed and chatted a lot, and I felt an immediate connection with her. Sandhya's life was so different from mine. അപ്പോൾ ഈ മുംബൈ സ്ലംസിൽ ഇങ്ങനെ ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു 18 years ഓൾഡുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്ന കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹെർ നെയിം വാസ് സന്ധ്യ. അപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന 18 years ഓൾഡുള്ള ഷഹീൻ മിസ്ട്രിയുടെ അതേ ഏജ് തന്നെയുള്ള ഒരു പെൺകുട്ടിയെ ഈ സ്ലംസിൽ വന്ന് പരിചയപ്പെടുന്ന ഒരു സീനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനൊക്കെ വരുന്നുണ്ട്. അതായത് ഷഹീൻ മിസ്ട്രിക്ക് ഹിന്ദി അറിയില്ല, അതേസമയം പരിചയപ്പെട്ടിട്ടുള്ള ന്യൂ ഫ്രണ്ടായിട്ടുള്ള സന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇംഗ്ലീഷും അറിയില്ല. പക്ഷേ അവർ ഒരുപാട് ചാറ്റ് ചെയ്തു, അതായത് അവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർ ലൈഫ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മീ എന്ന് ഷഹീൻ മിസ്ട്രി പറയുന്നുണ്ട്. ആ സന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ലൈഫ് ഷഹീൻ മിസ്ട്രിയുടെ ലൈഫിനെക്കാട്ടിലും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. Every day I would go to her house
after college. Her home was smaller than the bathroom of my house. When a few children poked their heads inside my doorway to say hi to us, she welcomed them in. These children eventually formed the first class I would teach. അപ്പോൾ ഓരോ ദിവസവും ശേഷം വരുന്ന ദിവസങ്ങളിൽ ഷഹീൻ മിസ്ട്രി ഓരോ ദിവസവും ഈ പെൺകുട്ടിയുടെ വീട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില കുട്ടികൾ, പുറത്തു നിന്നുള്ള ചെറിയ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, ഇവരുടെ റൂമിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോക്ക് ചെയ്യും, ഒന്ന് എത്തി നോക്കും. അപ്പോൾ ആ എത്തി നോക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, ഷഹീൻ മിസ്ട്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്, അതല്ലെങ്കിൽ വീട്ടിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. സന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്, രണ്ടുപേരും കൂടി ചേർന്നിട്ട്. ദീസ് ചിൽഡ്രൻ ഇവൻച്വലി formed the first class I would teach. അപ്പോൾ ഈ കുട്ടികളാണ്, അതായത് വീട്ടിലേക്ക് എത്തി നോക്കിയിട്ടുള്ള ഈ കുട്ടികളാണ് ഷഹീൻ മിസ്ട്രിയുടെ ആദ്യത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അവരെയാണ് ഷഹീൻ മിസ്ട്രി ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. Each day a few more kids would crowd into little home and ask to learn a few words in English or a little math or song. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമോ, അതല്ലെങ്കിൽ കുറച്ച് മാത്സ് എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ even though I knew very little of India, I felt useful and confident. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും കുറച്ച് കുട്ടികൾ ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു വരുന്ന സമയത്ത് ഷഹീൻ മിസ്ട്രി ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണ്. അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗം എന്നുള്ള രീതിയിൽ ഈ തരത്തിൽ ഇന്ത്യയിലെ മൊത്തം കുട്ടികൾക്കും പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഷഹീൻ മിസ്ട്രിക്ക് വരുന്നുണ്ട്. This became my routine. I would leave college as soon as I could and rush to my new world in the community. അപ്പോൾ ഇങ്ങനെ ഷഹീൻ മിസ്ട്രി ഈ റുട്ടീൻ, അതായത് ഡെയിലി ഇതൊരു ആക്ടിവിറ്റി ആയിട്ട്, അതല്ലെങ്കിൽ ഡെയിലി റുട്ടീനായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയായിട്ട് ഏറ്റെടുക്കുകയാണ്. കോളേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഷഹീൻ മിസ്ട്രി എന്ത് ചെയ്യും, തൻ്റെ ഈ ഒരു റൂട്ടിലേക്ക്, അതല്ലെങ്കിൽ തൻ്റെ ഈ ഒരു ജോലിയിലേക്ക് എൻഗേജ്ഡ് ആവും. Here I saw truth and hope. The children would shout DIDI, DIDI excitedly when I went there. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഷഹീൻ മിസ്ട്രിക്ക് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്താണ് അവിടുത്തെ കുട്ടികൾ ഷഹീൻ മിസ്ട്രിയെ ദീദി എന്നുള്ള പേര് വിളിക്കുന്നത്. ദിസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ ഷഹീൻ മിസ്ട്രിക്ക് ഇതൊരു ലൈഫ് ലോങ് ആയിട്ട്, ജീവിതകാലം മൊത്തം ചെയ്യാൻ പറ്റുന്ന താല്പര്യപ്പെടുന്ന ഒരു ജോലിയായിട്ട് ഏറ്റെടുക്കാൻ ഷഹീൻ മിസ്ട്രിക്ക് തോന്നുന്നത്. അഗൻഷ വാസ് ബോൺ ഓഫ് സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച്, spaces that could be utilized as classrooms and the funds with which to educate all the children. അപ്പോൾ അഗാൻഷ എന്നുള്ള ഒരു ഐഡിയ ഫോം ചെയ്യുന്നത്, സിമ്പിൾ ഐഡിയ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫെസിലിറ്റീസ് ഉണ്ട്, ക്ലാസ് റൂംസും എല്ലാം അവൈലബിൾ ആണ്, ഫണ്ട്സ് എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് അഗാൻഷ ഫൗണ്ടേഷന് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Everything exists, I just need to find a way to bring all together. അപ്പോൾ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, ഫണ്ട്സ് ഉണ്ട്, ക്ലാസ് റൂംസ് എല്ലാം അവൈലബിൾ ആണ്. ഷഹീൻ മിസ്ട്രിക്ക് എന്ത് മാത്രം ചെയ്താൽ മതി, ഇത് ടോട്ടൽ ഒന്ന് ലിങ്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് എന്താ മതി, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാൽ മതി എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് അഗാൻഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. The people in the community wanted only 3 things: housing, water and education. I realized that if I wanted the students to take school seriously, they needed an environment free of community's distractions. So we started the search for our first Agansha Center space. ഷഹീൻ മിസ്ട്രി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിൽഡ്രന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഡിസ്ട്രാക്ഷൻസ്, അതായത് ഫാമിലിയുടെ അകത്ത് ഇരുന്നു കൊണ്ട് ഒരിക്കലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം ഷഹീൻ മിസ്ട്രിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ എന്നുള്ളൊരു ഐഡിയ ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ ഒരു ക്ലാസ് റൂം അന്വേഷിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു സ്പേസ്, ക്ലാസ് എടുക്കാൻ ആവശ്യമായ ഒരു സ്പേസ് അന്വേഷിച്ചുകൊണ്ട് സ്കൂളുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. I approached 20 schools in the city, requesting to give just one classroom in their school building for 3 hours every evening. All of them refused for the most illogical reasons. അപ്പോൾ അങ്ങനെ ക്ലാസ് റൂമിൻ്റെ ആവശ്യത്തിന് ക്ലാസ് റൂം കിട്ടുമോ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഷഹീൻ മിസ്ട്രി ഒരുപാട് സ്കൂളുകളിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്കൂളുകളിൽ പോയി സന്ദർശിക്കുന്നുണ്ട്, അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്കൂളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ അതോറിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലോജിക്കൽ റീസൺ വെച്ചിട്ട്, അതായത്
യുക്തിപരമല്ലാത്ത ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഷഹീൻ മിസ്ട്രിയെ മടക്കി അയക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ക്ലെയിംഡ് ദാറ്റ് ദ ഐഡിയ ഓഫ് ടീച്ചിങ് അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ വാസ് way too revolutionary. Some others complained that they would spread disease to other students. Principal of a reputed school even complained how she simply couldn't allow the children into her school as the glass bangles worn by the daughters of the fisherman would scratch the desks of her classrooms. അപ്പോൾ ഓരോരുത്തരും മടക്കി അയക്കാൻ, അതായത് ഷഹീൻ മിസ്ട്രിക്ക് ക്ലാസ്സുകൾ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയക്കാൻ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാരണം എന്താണ് പറയുന്നത്, ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഡിസിഷനാണ്, അതായത് ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്, അതായത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ് ഇത്, അതുകൊണ്ട് ക്ലാസ് റൂം തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാരണം പറയുന്നുണ്ട്, ദ ചിൽഡ്രൻ കമ്മിങ് ടു ക്ലാസ്സസ് വിൽ സ്പ്രെഡ് ഡിസീസസ്. ആ ക്ലാസ്സിലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകളുടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് പകർത്തും, അസുഖങ്ങൾ പകർത്തും എന്നുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ ക്ലാസ് കൊടുക്കാതെ മടക്കി അയക്കുന്നുണ്ട്. ഇനി വേറൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, എന്താണ്, സ്കൂളിലേക്ക് വരുന്ന ഈ പാവപ്പെട്ട കുട്ടികളുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ വരുന്ന, അതായത് ലോ ഇൻകം വരുന്ന പോർ ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കയ്യിൽ ധരിക്കുന്ന വളകൾ തട്ടിയിട്ട് ഡെസ്കുകൾ കേടുവരും എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടൊക്കെ ഓരോ പ്രിൻസിപ്പൾ, ഓരോ അതോറിറ്റീസ് സ്കൂളുകളൊന്നും ക്ലാസ് റൂംസ് ഒന്നും കൊടുക്കാതെ ഷഹീൻ മിസ്ട്രിയെ മടക്കി അയക്കുന്നുണ്ട്. Finally, when I was almost ready to give up, the principal of the Holy Name High School in Colaba agreed to give a room that became the first Agansha Center. അങ്ങനെ ഒരു രീതിയിലും നടക്കാൻ സാധ്യതയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഷഹീൻ മിസ്ട്രി സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു സ്കൂളിലെ, അതായത് ഹോളി നെയിം ഹൈസ്കൂൾ ഇൻ കൊലാബയിലെ ഹോളി നെയിം ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം അറിയിക്കുന്നത്. അങ്ങനെ അതെന്തായി, ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് അഗാൻഷ സെൻറ്റർ. അപ്പോൾ അഗാൻഷ സെൻറ്റർ, അഗാൻഷയുടെ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സെൻറ്ററായിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്നത് ആ സ്കൂളിലെ ക്ലാസ് റൂമിലാണ്. I mobilized volunteers from St. Xavier's to teach the main rough plan of what they teach. I just wanted the classes to be a place where the children can feel safe, a space where they can leave difficulties of their lives behind and just be children. അപ്പോൾ അങ്ങനെ ക്ലാസ് റൂം കിട്ടി. ഇനി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റ് സാവിയേഴ്സിൽ നിന്ന് തന്നെ, അതായത് ഷഹീൻ മിസ്ട്രി പഠിക്കുന്ന കോളേജിൽ നിന്ന് തന്നെ കുറച്ച് കുട്ടികളെ, കുറച്ച് ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ എന്ത് ചെയ്തു, മൊബിലൈസ് ചെയ്തു കൊണ്ടുവന്നിട്ട് ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന, സെക്യൂരിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു നല്ല ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ ഷഹീൻ മിസ്ട്രിക്ക് സാധിക്കുന്നുണ്ട്. Agansha formally came into existence in 1991 from a single class with 15 children. Agansha grew to 58 centers and 6 schools with over 3,500 children. Agansha ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1991 അതേസമയം അന്ന് ഒരു ക്ലാസ് റൂമിൽ 15 കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഗാൻഷ ഫൗണ്ടേഷൻ ഇന്ന് 58 സെൻറ്റേഴ്സിലായിട്ട് 6 സ്കൂളുകളിലായിട്ട് 3,500 ചിൽഡ്രൻ ഉൾക്കൊള്ളുന്ന വലിയ ഒരു സംരംഭമായിട്ട്, ഓർഗനൈസേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ് ലൈക്ക് എ സൂപ്പ് മെയ്ഡ് എസ്പെഷ്യലി ബൈ ഷെഫ്സ് ടോസിങ് in what's needed after each tasting, a blend of all its own. അപ്പോൾ അങ്ങനെയാണ് വളരെ ഓർഗാനിക് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ മാത്രമാണ് അഗാൻഷ ഫൗണ്ടേഷന് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യുന്നത്, ഓരോ സിസ്റ്റംസും ഓരോ സിലബസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത് ഒരു ഷെഫ് എങ്ങനെയാണോ തൻ്റെ ഫുഡ് കുക്ക് ചെയ്യുന്നത് അതുപോലെയാണ് അഗാൻഷ ഫൗണ്ടേഷൻ ഷഹീൻ മിസ്ട്രി കൊണ്ടു നടക്കുന്നത് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The stock ingredients were basic English and math, to that a dash of values, self-esteem and confidence. അപ്പോൾ ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് ഫോർ ബേസിക് ഇംഗ്ലീഷും മാത്സും ഒക്കെ ആയിരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഡാഷ് ഓഫ് വാല്യൂസ്, ഒരുപാട് മൂല്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനവും, ആൻഡ് കോൺഫിഡൻസ്, കുട്ടികൾക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദിസ് എക്സ്പ്രസ് ഈസ് ടേക്കൺ ഫ്രം റീഡ്രോയിങ് ഇന്ത്യ ബൈ ഷഹീൻ മിസ്ട്രി ആൻഡ് കോവിഡ് ഗുപ്ത. അപ്പോൾ റീഡ്രോയിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എസ്സേയിൽ നിന്ന്, ഒരു ആർട്ടിക്കിളിൽ നിന്ന്, ലൈഫ് റൈറ്റിംഗിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. ബി ഹാപ്പി, ബി സേഫ്, ബൈ.